BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്നും മിനി കാപ്പനെ മാറ്റി. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്നും മിനി കാപ്പനെ മാറ്റി. സിൻഡിക്കേറ്റ് യോഗശേഷം മിനി കാപ്പൻ ചുമതലയൊഴിയും. കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്ക് ചുമതല നൽകും. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ മിനി കാപ്പൻ പങ്കെടുത്തതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ മിനി കാപ്പൻ യോഗത്തിൽ പങ്കെടുത്തതിനെതിരെ വിമർശനം ഉയർന്നു. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ സസ്പെൻഷൻ റദ്ദാക്കിയ KS അനിൽകുമാർ യോഗത്തിൽ പങ്കെടുക്കണം എന്നായിരുന്നു ഇടതംഗങ്ങളുടെ ആവശ്യം. നിയമവിദഗ്ധരോട് കൂടിയാലോചിച്ച ശേഷം KS അനിൽകുമാറിന്റെ കേസ് ഹൈക്കോടതി വിധി പറയുവാൻ മാറ്റിവെച്ച സാഹചര്യത്തിൽ ഈ യോഗത്തിൽ KS അനിൽകുമാറിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് യോഗം തീരുമാനിക്കുകയായിരുന്നു. ശേഷം കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്നും മിനി കാപ്പനെ മാറ്റുവാനും കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്ക് പകരം ചുമതല കൈമാറുവാനും തീരുമാനമായി. നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടാം സ്ഥാനം ഉൾപ്പെടെയുള്ള ഫലപ്രഖ്യാപനം വൈകുന്നതിനെതിരെ ബോട്ട് ക്ലബ്ബുകൾ. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ രണ്ടാം സ്ഥാനം ഉൾപ്പെടെയുള്ള ഫലപ്രഖ്യാപനം വൈകുന്നതിനെതിരെ ബോട്ട് ക്ലബ്ബുകൾ. രണ്ടാം സ്ഥാനത്തെത്തിയ പുന്നമട ബോട്ട് ക്ലബ്ബ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ പരാതിയെ തുടർന്നാണ് ഫലപ്രഖ്യാപനം തടഞ്ഞത്. മുഴുവൻ പരാതികളും ഓണത്തിന് ശേഷം തീർപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ചില ചുണ്ടൻ വള്ളങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതികളാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് വെല്ലുവിളി. അനുവദനീയമായതിൽ അധികം ഇതര സംസ്ഥാന തുഴച്ചിലുകാരെ ഉപയോഗിച്ചതായാണ് പ്രധാന ആരോപണം. തടിത്തുഴ, ഫൈബർ തുഴ എന്നിവ ചട്ടവിരുദ്ധമായി ഉപയോഗിച്ചുവെന്നും പരാതിയുണ്ട്. മൂന്നാം സ്ഥാനത്തെത്തിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 10ലേറെ പരാതികളാണ് ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന് മുൻപിൽ എത്തിയത്. പരാതികൾ തീർപ്പാക്കി ഓണത്തിന് ശേഷം ഫലപ്രഖ്യാപനമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫലപ്രഖ്യാപനം വൈകുന്നത് നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെയും ബാധിച്ചേക്കും. ആക്രമിക്കുവാനെത്തിയ നായയുടെ കാൽ വെട്ടിമുറിച്ചു. സംഭവം പാലക്കാട് മുണ്ടൂരിൽ ആക്രമിക്കുവാനെത്തിയ വളർത്തുനായയുടെ കാൽ വെട്ടി നാട്ടുകാർ. മലമ്പള പൂതനൂർ സ്വദേശി രാജേഷിനെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. മുണ്ടൂർ മലമ്പള്ളത്ത് സുജീഷ് എന്നയാളുടെ ഉടമസ്ഥതയിൽ ഉള്ള പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയ്ക്കാണ് വെട്ടേറ്റത്. വയോധികയെയും സമീപത്തെ മറ്റൊരു വളർത്തുനായയെയും പിറ്റ്ബുൾ ആക്രമിക്കുവാനായി എത്തിയപ്പോൾ പ്രതിരോധിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട വളർത്തുനായ മറ്റൊരു നായയെ മുൻപ് കടിച്ചു കൊന്നതാണെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ സുജീഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസിയായ ഒരാൾക്കെതിരെ കോങ്ങാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സുഡാനിൽ മണ്ണിടിച്ചിൽ 1000-ലേറെ പേർ മരിച്ചു. സുഡാനിലെ പടിഞ്ഞാറൻ ഡർഫർ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 1000-ലേറെ പേർ മരിച്ചു. ഡൽഫറിലെ മറ പർവ്വത പ്രദേശത്താണ് ഞായറാഴ്ച മണ്ണിടിച്ചിലുണ്ടായത്. വിമത സംഘമായ സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് ആണ് വിവരം പുറത്തുവിട്ടത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം ഈ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ്. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു ഗ്രാമം പൂർണ്ണമായും ഇല്ലാതായെന്നാണ് റിപ്പോർട്ടുകൾ. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് മറ പർവ്വത പ്രദേശത്തേക്ക് പലായനം ചെയ്തവരാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് യുവനേതാവ് CPIM സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആവർത്തിച്ച പിരപ്പൻകോട് മുരളി. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് യുവനേതാവ് CPIM സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടെന്ന് ആവർത്തിച്ച് മുതിർന്ന CPIM നേതാവ് പിരപ്പൻകോട് മുരളി. VS-നെ പിറകിൽ നിന്നും കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും പുതിയ രക്ഷകർത്താക്കളായി നിൽക്കുന്നുവെന്നും വിമർശനം. VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിലാണ് വെളിപ്പെടുത്തൽ. 20ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് പാർട്ടി കേരള സംസ്ഥാന സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 2012 ഫെബ്രുവരി 7 മുതൽ 9 വരെ. പതിവ് പോലെ സംസ്ഥാന കമ്മിറ്റിയുടെ സംഘടനാ റിപ്പോർട്ടിന്റെ ഗണ്യമായ പേജുകൾ VS-ന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുവാൻ മാറ്റിവച്ചിരുന്നു. VS-ന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിമർശിക്കേണ്ടതെന്ന് മുൻകൂട്ടി ശിക്ഷണം ലഭിച്ച ഒരു കൂട്ടം പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ തയ്യാറാക്കി നിർത്തിയിരുന്നു. അക്കൂട്ടത്തിൽ നാടിന്റെ ചരിത്രവും അറിയാത്ത ഒരു യുവ വായാടിയായ പ്രതിനിധിയെ കൊണ്ട് VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നുവരെ പറയിപ്പിച്ചു. ഇത് പറയുമ്പോൾ അധ്യക്ഷവേദിയിലും പ്രസിഡിയത്തിലുമുണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കൾ ഊറിച്ചിരിക്കുകയായിരുന്നു. പുസ്തകത്തിൽ വിവരിക്കുന്നു.
സമ്മേളനവേദിയിൽ ചില പ്രതിനിധികൾ ഉയർത്തിയ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണാജനകവുമായ വിമർശനങ്ങൾക്ക് മറുപടി പറയുവാൻ ഒരവസരം ആവശ്യപ്പെട്ട VSന് സംഘടനാ മര്യാദ അനുസരിച്ചുള്ള അവസരം പോലും നേതൃത്വം നൽകിയിരുന്നില്ലെന്നും പുസ്തകത്തിൽ പറയുന്നു. VSനെ പിറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും VSന്റെ പുതിയ രക്ഷകർത്താക്കളായി നെഞ്ചുവിരിച്ചു നിൽക്കുന്നുവെന്നും VSനെ കുറിച്ച് മറ്റാരും പറയുകയോ എഴുതുകയോ ചെയ്യരുതെന്നാണ് ഇപ്പോൾ പാർട്ടി കർദിനാൾമാരുടെ പുതിയ കൽപ്പനയെന്നും വ്യക്തമാക്കുന്നുണ്ട്. നായത്തോട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപം സ്കൈലെക്സ് എയർപോർട്ട് ഹോട്ടൽ എന്ന സ്ഥാപനം പ്രിയങ്കരനായ അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, മുൻ MLA ശ്രീ PG ജോയ്, കൌൺസിലർമാരായ TY ഏലിയാസ്, ശ്രീമതി രജനി ശിവദാസൻ, ഫാദർ അലൻ കാളിയങ്കര തുടങ്ങിയവർ ആശംസ അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർമാരായ ഡേവിസ് പൌലോസ്, തിഷ ഡേവിസ് എന്നിവർ ഏവർക്കും നന്ദി അറിയിച്ചു. കഴിഞ്ഞ 15 വർഷത്തോളമായി എയർപോർട്ടിന് സമീപത്ത് പ്രവർത്തിക്കുന്ന അന്ന റെസിഡൻസി, സിൽവർ സ്റ്റോൺ ഇൻ എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികൾ, അവർക്കൊപ്പം CPIM നിൽക്കില്ല MV ഗോവിന്ദൻ. സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടിയും മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് വർഗീയവാദികൾ. അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണ്. വർഗീയവാദികൾക്ക് ഒപ്പമല്ല, വിശ്വാസികൾക്കൊപ്പമാണ് CPIM MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല കേസിൽ സുപ്രീംകോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കണം എന്നുള്ളതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നിലപാടുകളോട് യോജിച്ചാണ് ഇപ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും കത്തിക്കയറി സ്വർണ്ണവില. പവന് 160 രൂപ കൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ഇന്ന് പവന് 160 രൂപ വർദ്ധിച്ച് 78,000 അടുത്തിരിക്കുകയാണ് സ്വർണ്ണവില. 77,800 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിനും ആനുപാതികമായി വില കൂടി. 20 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന്റെ വില 9,725 രൂപയായി. ഇന്നലെ ഒറ്റയടിക്ക് 680 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ആദ്യമായി 77,000 കടന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.